മലയാളികൾ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് നടി മെറീന. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിട്ടുള്ള താരങ്ങളെ പ്രത്യേകമായി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ മെറീനയുടെ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരങ്ങളുടെ വാർത്ത പ്രത്യേകമായി അവർ കാണുകയും അതുപോലെ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഇതാദ്യമായിട്ടല്ല. എന്നാൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ക്യാൻസറിനെ കുറിച്ച് പറയുന്നൊരു വാക്ക് തന്നെയാണ്. ഡോക്ടർമാർ ഉഴപ്പരുതെന്നും അത്രയും പ്രിയപ്പെട്ട ആളായിരുന്നുവെന്നും അപ്പൻ ക്യാൻസർ ബാധിച്ച് മരിച്ചപ്പോൾ മെറീനയ്ക്ക് പറയാൻ പറ്റിയതും ചെയ്തതുമൊക്കെയാണ് ഇപ്പോൾ നടി വേദനയിൽ പറയുന്നത്. പ്രേക്ഷകരെ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തന്നെയാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം മാതാപിതാക്കളെ ഇത്രമാത്രം നന്നായി നോക്കുന്ന മറ്റൊരു മകൾ ഉണ്ടാകുമോ എന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചു പോകുന്നു എന്നാണ് മെറീനയുടെ കുറിപ്പ് കണ്ട് പ്രേക്ഷകരെല്ലാവരും എഴുതിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരം എന്നതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ആ കുറിപ്പിനെ ഇപ്പോൾ വായിക്കുന്നതെന്ന് പറയാം. മലയാള സിനിമയിലെ സജീവ സാന്നിധ്യം തന്നെയാണ് മെറീന എന്ന് പറയാം. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെയധികം പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരം എന്നതുകൂടിയാണ് താരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതിനുള്ള ഭാഗ്യം ശരിക്കും പറഞ്ഞാൽ മെറീനയ്ക്ക് ലഭിച്ചു എന്നത് വേണം നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. ക്യാൻസറിനെ തുടർന്നായിരുന്നു മെറീനയുടെ പിതാവ് മൈക്കിൾ മരണപ്പെട്ടത്. അത് പലർക്കും അറിയാതെ പോയ കാര്യം തന്നെയാണ്. താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോഴാണ് പലരും അതിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്നത് തന്നെ. ഇപ്പോൾ മെറീനയോട് അതിനെക്കുറിച്ച് എല്ലാവരും സംസാരിച്ച് എത്തുന്നുണ്ടായിരുന്നു എന്ന് പറയാം. ഇപ്പോൾ അച്ഛൻ്റെ കുറിപ്പിനെ കുറിച്ച് പറയുകയാണ് താരം. ഒരു അഭിമുഖത്തിൽ ഇതിനെക്കുറിച്ച് തുറന്നു പറയുകയാണ് എന്ന് പറയാം. ഡോക്ടർമാർ ഉഴപ്പരുത്, അത്രയും പ്രിയപ്പെട്ട പപ്പയുടെ ബോഡിയാണ് മെഡിക്കൽ കോളേജിൽ കൊടുത്തത്. ക്യാൻസർ ആയിരുന്നു. മെറീന മൈക്കിൾ പറഞ്ഞ വാക്കുകൾ ഇതാണ്. മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമാണ് മെറീന മൈക്കിൾ. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെയധികം തന്നെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരം. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം. നമുക്കൊരു പോയിന്റിൽ തോന്നും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന്. പിന്നെ തോന്നും ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കൂടിയല്ലേ എന്ന്. അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിനിടയിൽ തന്നെ ഉള്ളത് എന്ന് പറയാം. പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയാണ് മെറീന. അത് ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട്. 2010 മുതൽ ഒരുപാട് ആളുകളുടെ ബോഡി പപ്പ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? ഇത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൂടിയാണെന്ന് പറയുന്നു. ഇമോഷണലി ചിന്തിക്കുമ്പോൾ സാധാരണ ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സൊക്കെ തീർത്തിട്ടുണ്ട്. ഇത് പപ്പ 2010 മുതൽ ചെയ്തു വച്ചേക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല എന്ന് പറയുന്ന സത്യമാണ്. നേരെ കൊണ്ടുപോയി കൊടുത്താൽ മതിയായിരുന്നു. നമ്മളത് ഇമോഷണലി ചിന്തിക്കുമ്പോൾ നമ്മുടെ കൂടെ കുറേ കാലം ഉണ്ടായിരുന്ന ഒരാളല്ലേ, ജീവനല്ലേ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് വിഷമമാകുമായിരിക്കും. ഡോക്ടർമാരൊന്നും ഉഴപ്പരുത്. ഇത് ശരിയായിട്ടുള്ള കാര്യം നമ്മുടെ നാട്ടിൽ ഡോക്ടർമാർക്ക് ചെയ്തു പഠിക്കാൻ കരാവർ ഇല്ല എന്നതാണ്. അങ്ങനെ ഒരു ബോഡി കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. ശരിക്കും ഇതിൽ ഉഴപ്പരുത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. നന്നായി പഠിക്കണം, അത് വെച്ച് ഉപയോഗിക്കണം. ഇത്തരത്തിൽ തന്നെ ഒരുപാട് ആളുകൾ പ്രശ്നത്തിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇമോഷണാലിറ്റി കാരണം നമ്മൾ പലപ്പോഴും ഇത്തരത്തിൽ ചെയ്യാറില്ല. എന്നാൽ തൻ്റെ അച്ഛൻ്റെ ബോഡി കൊണ്ട് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനെക്കുറിച്ചും അതുപോലെ തന്നെ താൻ ആ സമയത്ത് അനുഭവിച്ച മനോവിഷമത്തെക്കുറിച്ചുമൊക്കെ നടി വെളിപ്പെടുത്തുന്നുണ്ട്. അതൊരു സത്യമാണ് എന്നത് കൂടി എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.